മോളിരിക്കും മോളെ. വേണ്ട മുത്തശ്ശി, ഞാൻ പിന്നെ കഴിച്ചോളാം. അച്ഛൻ വിഭവങ്ങളൊക്കെ നന്നായിട്ടുണ്ടല്ലോ മോളെ. എല്ലാം റോഷ്നിയുടെ മിടുക്കാച്ച. ഇവൾക്ക് പാചകത്തിൽ നല്ല താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ ചേച്ചിയുടെ നേരെ എതിരാണെന്നോ? ഷോ, ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം. ആ റോഷ്നി, നീ വരും ആ കറി വിളമ്പിക്കെടുത്തേ. കഴിക്ക, മതി 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 മതി, കുറച്ചുകൂടെ കഴിക്ക. മതി മതി. വരും, ആ ബ്രോക്കർ ഉണ്ടെന്ന ഫോട്ടോ നീ നോക്കിയില്ലേ? നിനക്കതിലാരും ഇഷ്ടപ്പെട്ടില്ലേ? എടാ, നിനക്ക് ആരെയാ ഇഷ്ടപ്പെട്ടതെന്ന്? ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയേ. എന്റെ പരമേശ്വര, അവന് പെണ്ണന്വേഷിച്ച് നീ ബുദ്ധിമുട്ടണ്ട. അവന് വേണ്ട ആളെ അവൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ട്. അയ്യോ, മുത്തശ്ശിക്ക് ചോറിട്ട് കൊടുക്കട്ടെ. മുത്തശ്ശി, കുറച്ച് ചോറിട്ടെ. വേണ്ട മോളെ, കഴിച്ചേ പറ്റൂ. കഴിച്ചേ. മതി മതി മോളെ, മതി, വേണ്ട. കുറച്ചുകൂടെ കഴിക്കാം. ആളേതായാലും കുഴപ്പമില്ല, എല്ലാം പെട്ടെന്ന് നടക്കണം അല്ലേ ഏട്ടാ? അതെ അതെ അതെ, അത് തന്നെ നല്ലത്. എന്താ ഇത്? വരുണിന് പാലട പ്രഥമൻ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ അത് വെച്ച് അടങ്ങുമെന്ന് വാശിയായിരുന്നു ഇവൾക്ക്. വരുണിന്റെ അടുത്ത് കൊടുക്ക്. ദോഷം പറയരുതല്ലോ. പായസം അടിപൊളി. ഗംഭീരായിട്ടുണ്ട് മോളെ. വരുൺ, കഴിക്കുന്നില്ലേ? അയ്യോ, സത്യത്തിൽ ഞാൻ നല്ല ഹെവിയാ. സത്യമായിട്ടും വയറ്റിലൊട്ടും സ്ഥലമില്ല. പ്ലീസ് വരുൺ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. സൂപ്പർ, എല്ലാം കീർത്തി. ഈ മനസ്സറിയുന്ന ആളുകൾ എന്തു വെച്ചാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാ. അങ്ങനെയല്ലേ മുത്തശ്ശി പറയാ? അതെ അതെ. വരുൺ കുടിച്ചതിന്റെ ബാക്കിയാ. ഇനി എനിക്ക് അവകാശത്തോടെ കുടിക്കാലോ അല്ലേ? ഇത്ര പെട്ടെന്നല്ല ശരിയാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. യു ആർ സോ ലക്കി.
4:30 ചേച്ചി വന്ന് വിളിക്കുന്നതിന് മുൻപേ ഉണർന്നിരിക്കുന്നു പറഞ്ഞിരുന്ന ആളാ. എന്നിട്ട് കിടക്കുന്ന കണ്ടില്ലേ? പ്രിയേ പ്രിയേ പ്രിയ, നിനക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? പ്രിയേ ഈശ്വര, ഇവിടെവിടെ പോയി? പുറത്തേക്കെങ്ങാനും ഇറങ്ങിയോ? എന്നെ അന്വേഷിക്കരുത്. ഞാൻ പോവുകയാണ്. എനിക്ക് എൻ്റെതായ സ്വപ്നങ്ങളുണ്ട്. അത് പൂർത്തിയാക്കിയിട്ടേ ഞാൻ തിരിച്ചു വരൂ. ഈശ്വര, എങ്ങോട്ടാ അവള് പോയത്? അച്ഛനും അമ്മയും ഉണരുമ്പോ അവളെ കണ്ടില്ലെങ്കിൽ പ്രശ്നമാവും. അവളെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. എന്താ കുട്ടി ഒറ്റയ്ക്ക് ഈ നേരത്ത്? ഒറ്റയ്ക്കല്ല, അച്ഛനും കൂടെയുണ്ട്. ഇന്നൊരു വിശേഷാൽ പൂജയുണ്ടതാ. ഭഗവാനെ, പ്രിയ വീട് വിട്ട് പോയിന്നറിഞ്ഞ അവര് തളർന്നു പോവും. അവരെഴുന്നേൽക്കുന്നതിന് മുൻപ് പ്രിയക്കുട്ടിയെ വീട്ടിലെത്തിക്കാൻ എനിക്ക് സാധിക്കണേ. ഇതാരാ? വീട് വിട്ടിറങ്ങിയതാണോ അതോ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രിയങ്ക എവിടെ? ഏത് പ്രിയങ്ക? എന്റെ അനിയത്തി പ്രിയങ്ക എവിടെ? ഇവിടെ ഇല്ലല്ലോ. അല്ല, പ്രിയങ്ക എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ശരത്തെ ചുമ്മാ കളിക്കല്ലേ. വീട് വിട്ട് ഇറങ്ങുന്നു പറഞ്ഞ് ഒരു കത്തും എഴുതി വെച്ച് അവള് പോയിരിക്കാം. അവള് നിന്നെ കാണാനാ വന്നിരിക്കുന്നെന്ന് എനിക്കറിയാം. വീട് വിട്ടിറങ്ങിയ പെൺകുട്ടികൾ മുഴുവൻ എന്നെ കാണാൻ നിർബന്ധമാണോ? ആ, ഒരു കണക്കിന് അതും ശരിയാണല്ലോ. താൻ വീട് വിട്ടിറങ്ങിയിട്ട് നേരെ എന്റെ അടുത്തേക്കാണല്ലോ വന്നത്. അല്ല, അകത്തേക്കോ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. മര്യാദക്ക് പ്രിയെ വിളിച്ചേ. പ്രിയേ, പ്രിയേ. ഓ, അപ്പോ പ്രിയങ്ക ഇവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചു തന്നെയാണ് വരവ്. എന്നാലേ നമുക്ക് അകത്തെ മുറികളിലൊക്കെ ഒന്ന് ചെന്ന് നോക്കിയാലോ? വാ.
ഇന്നെല്ലാം കുളമാവും. പ്രിയേ പ്രിയേ എന്താ വേറെ ആരും വന്നില്ലേ കൂടെ? എന്താ അച്ഛനും അമ്മയും കൂടെ വിളിച്ചോണ്ട് വരാഞ്ഞേ? അച്ഛനെ അമ്മയെ വിളിച്ചുണർത്തി പറയേണ്ട കാര്യമാണോ ഇത്? വാ മോളെ, വീട്ടിലേക്ക് പോ. ഞാനില്ല. പ്രിയേ, നിന്നോട് വരാനാ പറഞ്ഞത്. എന്തിന്? പന്തലിട്ട് കല്യാണം നടത്താനാ? പെൺകുട്ടികൾ മുതിർന്നു കഴിഞ്ഞാ എങ്ങനെയെങ്കിലും അവരെ പിടിച്ച് കെട്ടിക്കണമെന്നുള്ള ഈ നശിച്ച ഏർപ്പാടുണ്ടല്ലോ, അതൊന്നും മാറാതെ ഈ നാട്ടിൽ ഒരു പെണ്ണും രക്ഷപ്പെടില്ല. എനിക്കിപ്പോ ആരും കല്യാണം നടത്തി തരുവും വേണ്ട. മക്കളുടെ കല്യാണം കണ്ടേ അടങ്ങുന്ന വാശിയാണെങ്കിലേ എല്ലാം അനുസരിക്കുന്ന ഇയാളുണ്ടല്ലോ, പ്രത്യേകിച്ച് സ്വപ്നങ്ങളും ഇല്ല, കേറി കെട്ടിക്കും. ആ പറഞ്ഞത് നല്ലൊരു കാര്യം. മിണ്ടാതിരിക്കണം. എടി, പെൺകുട്ടികൾ മുതിർന്നു കഴിയുമ്പോ അച്ഛനമ്മമാർ അവരുടെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കും എന്ന് കരുതി നിർബന്ധമായിട്ടും കല്യാണം നടത്താൻ വേണ്ടിയൊന്നും അല്ല. അച്ഛനോട് നിന്റെ ആഗ്രഹങ്ങൾ നീ പറഞ്ഞാ മതി, അച്ഛനത് മനസ്സിലാവും. മോളെ, നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുകയും ചെയ്യും. പിന്നെ ഇപ്പൊ അങ്ങ് സാധിച്ചു തരും. ആഗ്രഹം പറഞ്ഞാലുടനെ അച്ഛന്റെ വക 4 കീർത്തനം ഉണ്ടാവും, അമ്മയുടെ വക 4 പഴങ്കതി, പിന്നെ മുത്തശ്ശിയുടെ വക പഴംപുരാണം വേറെയും. പ്രിയ, ഞാൻ നിന്നോടൊപ്പം പോവൂ. നാശം, ഇവിടെ വന്ന് ഞാൻ കയറണ്ടായിരുന്നു, അതാ ഇപ്പൊ അബദ്ധമായത്. മോളെ, ഇവിടെ കയറാൻ നിനക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടേക്ക് നിന്നെ അന്വേഷിച്ചു വരാൻ എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ അച്ഛനും അമ്മയും ചെയ്ത പുണ്യ. പ്രിയേ, ഇപ്പൊ നീ കാണിക്കുന്ന അബദ്ധം ഉണ്ടല്ലോ, അത് കേട്ടാ അവർ ചങ്ക് പൊട്ടിച്ചാവും. മോളെ, ആ അബദ്ധമൊന്നും നീ കാണിക്കരുത്. നീ എന്റെ കൂടെ വാ. നിന്നെ ആരും വഴക്ക് പറയില്ല. അച്ഛനെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. മോളെ, എന്റെ ആഗ്രഹങ്ങളൊക്കെ ബോധ്യപ്പെടുത്താം. അച്ഛൻ സമ്മതിക്കും. നമ്മൾ സമ്മതിപ്പിക്കും. എന്നാ പിന്നെ രാധിക പറയുന്ന പോലെ ചെയ്യൂ പ്രിയങ്ക. അല്ലെങ്കിലും താൻ പെട്ടെന്ന് വീട് വിട്ട് പോന്നാലേ അത് ശരിയാവില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാവാൻ കുറച്ച് സമയമെടുക്കും. മോളെ, ഇനി നീ ഒന്നും പറയണ്ട, എന്റെ കൂടെ വന്നാ മതി. മോളെ, ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ല എന്ന് കരുതാം. അച്ഛനെ എഴുന്നേക്കാൻ സമയമായി. അതിനു മുൻപ് നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. വാ മോള്, വാ വാ. ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. ചെല്ല, എടുത്തിട്ട് വാ, പോ. അപ്പൊ ഇങ്ങോട്ടുള്ള വഴി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. അതിപ്പോ രാത്രിയാണെന്നോ പകലാണെന്നൊന്നും നോക്കണ്ട, യു ആർ ഓൾവേസ് വെൽക്കം. മോളെ, പോ. വാ. ബാഗിതാ. അവൾക്ക് അന്വേഷിച്ച് വരാൻ തോന്നിയത് നന്നായി, അല്ലെങ്കിൽ എന്റെ തലയിലായാലും.
രാധികേ മോളെ അവൾ എഴുന്നേറ്റിട്ടില്ല. പൂജയ്ക്കുള്ള വെള്ളം തുളസിത്തറയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തെല്ലാം കള്ളം ചെയ്തു വെച്ചിട്ട് നീ ഇവിടുന്ന് പോയത്? ആരെങ്കിലും ഇതിനകത്ത് കയറി നോക്കിയാ നീ ഉറങ്ങുവാണെന്ന് തോന്നിക്കോട്ടെ എന്ന് കരുതിയാ നീ ചെയ്ത പോലെ തന്നെ ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചത്. ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. തൽക്കാലം എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് മാത്രം കരുതിയാ മതി. നീ കിടന്നുറങ്ങിക്കോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നീ കിടന്നോ? കത്ത്. ഭഗവാൻ കൂടെ ഉള്ളതുകൊണ്ടാ ഇത് ഞാൻ കണ്ടത്. ഇന്ന് എന്തു പറ്റി? അച്ഛന് വെള്ളം എടുത്തു വെക്കാൻ നീ മറന്നോ? താമസിച്ചാണോ നീ കിടന്ന്? അത് ഞാൻ ഉണർന്നത് അമ്മേ, പിന്നെ മയങ്ങിപ്പോയി. എനിക്ക് തോന്നി. ഇതെന്താ നിന്റെ കയ്യില്? ഇതോ? ഇത് ഞാൻ കളയാൻ കൊണ്ടുവന്നതാ. ഞാൻ വേഗം അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഒരുക്കി വെക്കട്ടെ. അച്ഛാ, ഞാൻ എഴുന്നേൽക്കാൻ അല്പം വൈകിപ്പോയി. അച്ഛന് മാറാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം. അച്ഛൻ എത്തുമ്പോഴേക്കും ഞാനെല്ലാം മുറ പോലെ ചെയ്തു വെക്കാം. നീ അവിടെ നിൽക്കുക. എന്താ ഇത്? ഇതെന്താന്നാ നിന്നോട് ചോദിച്ചത്? എന്താടാ നേരം വെളുക്കുന്നതിന് മുമ്പേ തുടങ്ങിയോ ഇവിടെ തോന്നിയ ദിവസം? എന്താ ഇവിടെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഇത്രയും വലിയൊരു കാര്യം വീട്ടിൽ സംഭവിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ പെരുമാറാൻ നിനക്ക് എങ്ങനെയാ സാധിക്കുന്നത്? കാര്യം എന്താടാ അത് പറ. പ്രിയങ്ക വീട് വിട്ടിറങ്ങിയെന്ന്. അവൾക്ക് ഇനി നമ്മുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലാന്ന്. എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? അവള് പോന്നെങ്കി പൊയ്ക്കോട്ടെ എന്ന് കരുതി കാണും നീ അല്ലടി? അവള് പോയി കഴിഞ്ഞാ ദേവനാരായണന്റെ ഒറ്റ മോളായിട്ട് കഴിയാലോ നിനക്ക്, അല്ലേ? അച്ഛാ, പ്രിയങ്ക എങ്ങോട്ടും പോയിട്ടില്ല. അവള് മുറി കിടന്നുറങ്ങുക. എന്നോട് കള്ളം പറയരുത്. അല്ല, അച്ഛന് സംശയമാണെങ്കിൽ അവളുടെ മുറിയിൽ പോയി നോക്കൂ. ഞാൻ പോയി നോക്കിട്ട് വരാം.